എൻസിപിയിലെ മന്ത്രിമാറ്റത്തിൽ ശരത് പവാറിന്റെ തീരുമാനം തോമസ് കെ തോമസിന് അനുകൂലമെന്ന സൂചന. തീരുമാനം എന്തായാലും അംഗീകരിക്കുമെന്ന് എ.കെ. ശശീന്ദ്രൻ. ഒരാഴ്ച കാത്തിരിക്കാൻ ആവശ്യപ്പെട്ട ശരത് പവാർ. കൂടിക്കാഴ്ചയിൽ സംഘടനാ വിഷയങ്ങളും ചർച്ചയായെന്ന് പി.സി. ചാക്കോ. നടിയെ ആക്രമിച്ച കേസിലെ ഒന്നാം പ്രതി പൾസർ സുനി ജയിൽ മോചിതനായി. വിചാരണ കോടതി ജാമ്യം അനുവദിച്ചത് കർശന ഉപാധികളോടെ. മാധ്യമങ്ങളോട് സംസാരിക്കരുത്, ഒരു സിം മാത്രം ഉപയോഗിക്കാം. എറണാകുളം സെഷൻസ് കോടതി പരിധി വിട്ടുപോകരുത്. സുനിയുടെ സുരക്ഷ പോലീസ് ഉറപ്പാക്കണമെന്നും കോടതി. മൈനാഗപ്പള്ളിയിൽ സ്കൂട്ടർ യാത്രികയെ കാറിടിച്ചു കൊലപ്പെടുത്തിയ കേസിൽ പ്രതികൾ കസ്റ്റഡിയിൽ. ഞായറാഴ്ച വരെ പോലീസ് കസ്റ്റഡിയിൽ വിടാൻ ശാസ്താംകോട്ട കോടതി ഉത്തരവ്. അജ്മലും ശ്രീകുട്ടിയും മദ്യവും ലഹരിമരുന്നും ഉപയോഗിച്ചെന്ന് പ്രോസിക്യൂഷൻ. ജോലിഭാരത്തെ തുടർന്ന് ജീവനക്കാരി മരിച്ചതിൽ പരാതിയുമായി കൂടുതൽ ജീവനക്കാർ. ഇവൈ കമ്പനി ചെയർമാൻ മറ്റൊരു ജീവനക്കാരി അയച്ച ഇമെയിൽ സന്ദേശം പുറത്ത്. ഇത് ആദ്യ സംഭവമല്ലെന്നും ഇനിയൊരു അന്ന ഉണ്ടാകരുതെന്നും സന്ദേശത്തിൽ. അന്ന 16 മണിക്കൂർ വരെ നിരന്തരം ജോലി ചെയ്തിരുന്നെന്ന് സുഹൃത്ത്. ലബനൻ പേജർ സ്ഫോടനത്തിൽ അന്വേഷണം മലയാളിയിലേക്കും. പേജറുകൾ വാങ്ങാൻ ഇടനിലനിന്നത് മലയാളിയായ റിൻസൺ ജോസിന്റെ കമ്പനിയെന്ന് സംശയം. നോർവീജിയൻ പൗരത്വമുള്ള റിൻസൺ വയനാട് മാനന്തവാടി സ്വദേശി. സ്ഫോടനത്തിന് പിന്നാലെ റിൻസനെ കാണാനില്ല.